കൂട്ടരാജിയെ ചൊല്ലി താരസംഘടന അമ്മയിൽ ഭിന്നതയാണ്. ഭൂരിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാജിവെച്ചെന്ന് തുറന്നു പറയുന്നു യുവതാരങ്ങൾ. കൂട്ടരാജി ഏകകണ്ഠം എന്ന് പറഞ്ഞ നേതൃത്വം ഇതോടെ വെട്ടിലായി. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകളും അംഗങ്ങൾക്കിടയിൽ സജീവമാണ്. ടൊവിനോ തോമസ്, അനന്യ, സരയു, വിനു മോഹൻ എന്നിവർക്കാണ് കൂട്ടരാജിയിൽ വിയോജിപ്പ്. 17 പേരും രാജിവെക്കണമെന്ന പ്രസിഡന്റ് മോഹൻലാലിന്റെ ആവശ്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എതിർപ്പ് പരസ്യമാക്കി. ഈ നമ്മളുടെ സംഘടനയിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നവർ ഇപ്പോൾ വർക്ക് ചെയ്യാതെ അവരൊരു ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആശങ്ക വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും മുടങ്ങിപ്പോകുമോ എന്നുള്ള ഒരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും തീരുമാനം പോയാൽ. എതിർപ്പുന്നയിച്ചവരുടെ സംഘടനയിലെ മുതിർന്ന അംഗങ്ങൾ അനുനയ ചർച്ച നടത്തി. പിന്നീട് ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നുവെന്ന് താരങ്ങൾ. അതിനോട് ആദ്യം ഒരു വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്താണോ അവർ പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ്. അതിജീവിതർക്കൊപ്പം നിൽക്കാൻ കഴിയാതെ കൂട്ടരാജി എന്ന തീരുമാനം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഒളിച്ചോട്ടമാകുമെന്നും യുവതാരങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിലപാടെടുത്തു. ഓൺലൈനായി എക്സിക്യൂട്ടീവ് യോഗം നടക്കുമ്പോൾ കലൂരിലെ അമ്മ ആസ്ഥാനത്ത് വിനു മോഹൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ സമാന്തര യോഗവും നടത്തിയിരുന്നു. കൂട്ടരാജിയിലും പ്രശ്നങ്ങൾ അവസാനിക്കാത്ത അമ്മയിൽ പ്രതിസന്ധി തുടരുകയാണ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യുവതാരങ്ങളുടെ നിര കൂടുതൽ ആളുകളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഒരുങ്ങുന്നുണ്ട്. അമ്മയിൽ തലമുറ മാറ്റത്തിന് അരങ്ങൊരുങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് മുതിർന്ന താരങ്ങളെ എതിർത്തുള്ള യുവനിരയുടെ നിലപാട് പ്രഖ്യാപനം. 24 കൊച്ചി.